ജാതിയുടെയും മതത്തിൻ്റെയും പേരും പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കുന്ന ഇവിടുത്തെ ചില ക്ഷുദ്രജീവികളെ ഒഴിച്ചു മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇനി ഏതൊരു വിശ്വാസിയാകട്ടെ, അത് മുസ്ലിമിൻ്റെ വിശ്വാസമാകട്ടെ, അത് ഹിന്ദുവിൻ്റെ മതവിശ്വാസമാകട്ടെ, ക്രിസ്ത്യാനിയുടെ മതവിശ്വാസമാകട്ടെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേത്രത്തിന് വേണ്ടി സൗജന്യമായി ഭൂമി വിട്ടുകൊടുത്ത ഒരു മുസ്ലിം യുവാവിൻ്റെ മാതൃകയെക്കുറിച്ചിട്ടുള്ളൊരു വാർത്ത, ആ വാർത്തയുടെ അല്പഭാഗം നമ്മൾക്കൊന്ന് കാണാം. മലപ്പുറം എടവണ്ണപ്പാറയിൽ ക്ഷേത്രത്തിന് സൗജന്യമായി ഭൂമി നൽകിയ റസാഖ് മധുരക്കുഴി ഭക്തർക്ക് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം വയ്ക്കാൻ സൗകര്യമില്ലെന്ന വിവരം അറിഞ്ഞതോടെയാണ് റസാഖ് ഭൂമി വിട്ടു നൽകിയത്. എടവണ്ണപ്പാറ അരിപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇടുങ്ങിയ സ്ഥലമായതിനാൽ പ്രദക്ഷിണത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സാമൂഹ്യ പ്രവർത്തകനായ അൽജമാലാസറിനെ സമീപിച്ച് വിഷയം അവതരിപ്പിച്ചു. ക്ഷേത്രത്തിന് സമീപത്തെ ഭൂവുടമയായ K. റസാഖിനോട് വിഷയം അറിയിച്ചതും സന്തോഷത്തോടെ ഭൂമി വിട്ടു നൽകി. അൽജമാലാസറിന്റെ നേതൃത്വത്തിൽ അമ്പല കമ്മിറ്റി ക്ഷേത്രത്തിന്റെ സ്ഥലപരിമിതി മൂലം സൗജന്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അതും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി. ഇതാണ് നമ്മുടെ നാട്, അതായത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ് നമ്മുടെ കേരളം. മുമ്പൊക്കെ ഏതൊരു ആഘോഷങ്ങളിലായാലും അതുപോലെ തന്നെ ഏതൊരു ആരാധനാലയങ്ങളായാലും പരസ്പരം സ്നേഹിച്ചും സഹോദര്യം ഊട്ടി ഉറപ്പിച്ചും മറ്റേ ആയിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാളുകളായി ഇത്തരം കാര്യങ്ങളിൽ ഒരു വർഗീയതയുടെ വിഷവിത്തുകൾ ഇറക്കാൻ ഇവിടുത്തെ ഏതാനും ചില പേർ രംഗത്ത് വരുന്നത് അത് വളരെയധികം ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും പേരും പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കുന്ന ഇവിടുത്തെ ചില ക്ഷുദ്രജീവികളെ ഒഴിച്ചു മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മിക്ക പേരും തന്നെ സഹോദര്യവും സ്നേഹവും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ മതത്തിന് ഏതൊരു വിശ്വാസിയാകട്ടെ, അത് മുസ്ലിമിൻ്റെ വിശ്വാസമാകട്ടെ, അത് ഹിന്ദുവിൻ്റെ മതവിശ്വാസമാകട്ടെ, ക്രിസ്ത്യാനിയുടെ മതവിശ്വാസമാകട്ടെ, അവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള വിശ്വാസങ്ങളിൽ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വർഗീയതയുടെ വിഷവിത്തുകൾ ഇറക്കാൻ വരുന്നവരെ ഇവിടുത്തെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി ചെറുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇതോടൊപ്പം ചേർക്കപ്പെടുന്നു.